Good morning. Question number 16. In the second paragraph, the writer suggests that one category of non-compliance is ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു വിഭാഗം ആളുകൾ, അതായത് മരുന്ന് കഴിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഈ താഴെ പറയുന്നത് ഏതാണ് എന്നാണ് നമ്മൾ റൈറ്റർ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. എക്സ്ട്രാക്ട് നമുക്കൊന്ന് വായിക്കാം. Complaint patients take their medications because they want to live as long as possible. So simply do so because they are responsible, conscious individual by nature. അതായത് കംപ്ലൈന്റ് പേഷ്യൻസ് ടേക്ക് ദർ മെഡിക്കേഷൻസ് ബിക്കോസ് ദേ വാണ്ട് ടു ലീവ് ആസ് ലോങ് ആസ് പോസിബിൾ. അതായത് ഈ നിയമങ്ങളെ അനുസരിക്കുന്ന ഒരു വിഭാഗം പേഷ്യൻസ് അവരെന്ത് ചെയ്യുന്നു, ഈ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുന്നു. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്താണ്, അവർക്ക് ഒരുപാട് കാലം ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. സം ഡു സിംപ്ലി സോ ദേ ബിക്കോസ് ദേ ആർ റെസ്പോൺസിബിൾ. ഇനി ജീവിക്കണമെന്ന് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ പോലും ചിലർ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് മരുന്ന് കഴിക്കും. പിന്നെ ഒരു വിഭാഗമാണ് കൺഷ്യൻസ് എന്ന് പറയുന്നത്. കൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ വിഷിംഗ് ടു ഡു ഡ്യൂലി വെൽ, ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കൺഷ്യൻസ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ കൺഷ്യൻസ് പീപ്പിളും മരുന്ന് കഴിക്കുന്നതിന് കാരണം എന്താണ്, അവർക്ക് കൃത്യമായി ഒരു കാര്യം, അവരെ ഏൽപ്പിച്ച കാര്യം അവർ കൃത്യമായിട്ട് ചെയ്തു. അപ്പം അത് കഴിഞ്ഞു. ബട്ട് ദ ഹസിൽ ആൻഡ് ബസിൽ, ഈ HUSDLE നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ T അവിടെ ഉണ്ടാവില്ല. ബട്ട് ദ ഹസിൽ ആൻഡ് ബസിൽ ഓഫ് ഡെയിലി ലൈഫ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫൺ ഗെറ്റ് ഇൻ ദ വേ ഓഫ് ടേക്കിംഗ് മെഡിക്കേഷൻസ്, എസ്പെഷ്യലി ദോസ് ദാറ്റ് ആർ ടൈംഡ് ഇൻകൺവീനിയന്റ്ലി ഓർ ഇൻ ഫ്രീക്വന്റ് ഡോസസ് ഈവൻ ഫോർ സച്ച് വെൽ ഇന്റൻഷൻഡ് പേഷ്യൻസ്. അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഹസിൽ ആൻഡ് ബസിലിന്റെ ലൈഫ്, അങ്ങനെ വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന ആളുകളാണ്. അപ്പം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ശരിക്കും മരുന്ന് കഴിക്കാനുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ പോലും ഓഫൺ ഗെറ്റ് ഇൻ ദ വേ ഓഫ് മെഡിക്കേഷൻ, അവരുടെ ആ ഒരു മെഡിക്കേഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ തടസ്സമായിട്ട് ഭവിക്കുന്നവരുടെ തിരക്കാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെഡിസിൻസും ഇൻകൺവീനിയൻ്റ്ലി ടൈമിലായിരിക്കും. അതായത് നമുക്ക് തീരെ സൗകര്യപ്രദമല്ലാത്ത സാഹചര്യങ്ങളിലായിരിക്കും അത് കഴിക്കേണ്ടത്. അതല്ലെങ്കിൽ അതെന്തായിരിക്കണം, ഫ്രീക്വൻറ്റ് മെഡിക്കേഷൻസ് ആയിരിക്കും, ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കേണ്ടതായിരിക്കും. ഇപ്പം നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതങ്ങൾ കൊണ്ടും പിന്നെ ഇൻകൺവീനിയൻറ്റ് ടൈമിംഗ് ഉള്ള മരുന്നുകൾ കൊണ്ടും ഫ്രീക്വൻറ്റ് കഴിക്കേണ്ടതായ മരുന്നുകൾ കൊണ്ടും ചില ആളുകൾ ഇഫ് ദേ ആർ ഇൻറ്റൻഷൻഡ്, അവർക്ക് കഴിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് പറ്റാതായിട്ട് വരുന്നു. ക്ലിയർ? For the elderly and mentally or physically impaired, US insurance company will often pay a daily visit by the nurses to ensure a patient gets at least one set of the most vital pills. അതായത് പ്രായമായ, എൽഡർലി, മെന്റലി ഓർ ഫിസിക്കലി ഇമ്പയർഡ്, ശാരീരികമായോ മാനസികമായോ പ്രശ്നമുള്ള ആളുകൾക്കായിട്ട് US ഇൻഷുറൻസ് കമ്പനികൾ വിൽ ഓഫൺ പേ എ ഡെയിലി വിസിറ്റ് ബൈ എ നേഴ്സ്. അവരുടെ US ഇൻഷുറൻസ് കമ്പനിയിലെ നഴ്സുമാർ അവരെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തിട്ട് അവരെന്ത് ഉറപ്പ് വരുത്തുന്നു, പേഷ്യൻസ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് വൺ സെറ്റ് ഓഫ് മോസ്റ്റ് വൈറ്റൽ പിൽസ്, അവരുടെ മരുന്നുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിൻ്റെ ഒരു സെറ്റെങ്കിലും ഒരു ദിവസം കഴിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് ഈ വിസിറ്റിന് വരുന്ന നഴ്സുമാർ ഉറപ്പ് വരുത്തുന്നു. ബട്ട് അതർ പേഷ്യൻസ് ആർ ലെഫ്റ്റ് ഫാൻഡ് ഓഫ് ദംസെൽസ്, ഈ ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അകറ്റി നിർത്തുന്നു. ആൻഡ് ഇറ്റ്സ് നോട്ട് അൺകോമൺ ദീസ് ഡേയ്സ് ഫോർ പേഷ്യൻസ് ടു ബി ടേക്കിംഗ് എ കൺസിഡറബിൾ നമ്പർ ഓഫ് വൈറ്റൽ പിൽസ് ഡെയിലി. അപ്പം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുന്ന ഒരുപാട് പേഷ്യൻസും ഉണ്ട്. ക്ലിയർ? നമുക്ക് ആ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്, രണ്ടാമത്തെ പാരഗ്രാഫിൽ ദ റൈറ്റേഴ്സ് സജസ്റ്റ് ദാറ്റ് വൺ കാറ്റഗറി ഓഫ് നോൺ കംപ്ലയൻസസ്, ഒരു പറ്റം ആളുകൾ മരുന്ന് കഴിക്കുന്നില്ല. അവർ ഏത് തരത്തിൽപ്പെട്ട ആളുകളാണ്? നമുക്ക് നോക്കാം. എൽഡർലി പേഷ്യൻസ് ഹു ആർ ഗിവൺ ഒക്കേഷണൽ അസിസ്റ്റൻസ്, ഒക്കേഷണൽ ആയിട്ട് അസിസ്റ്റൻസ് കിട്ടുന്ന എൽഡർലി പേഷ്യൻസ് ആണ്, പ്രായമായ ആളുകളാണ് എന്ത് ചെയ്യാത്തത്, മരുന്ന് കഴിക്കാതെ. ഇവിടെ ഇപ്പോൾ എൽഡർലി പേഷ്യൻസിന്റെ കാര്യം ആകെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവരെ ഡെയിലി നഴ്സസ് വിസിറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിസിൻ എങ്കിലും കഴിക്കുകയും ചെയ്യും എന്ന് ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതല്ല, അല്ല, എൽഡർലി പേഷ്യൻസ് ഇവിടെ നോൺ കംപ്ലൈൻസ് അല്ല, അറ്റ്ലീസ്റ്റ് വൺ മെഡിസിൻ എങ്കിലും അവർ കഴിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു. പോയിട്ട് ബിയിലേക്ക് പോകാം. പേഷ്യൻസ് ഹു ആർ ഓവർ പ്രിസ്ക്രൈബ്ഡ് വിത്ത് എ സർട്ടൺ ഡ്രഗ്, അതായത് ചില ഡ്രഗ് ഒരുപാട് അവർക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള ആളുകളാണ്
എന്ത് നോൺ കംപ്ലൈൻസ് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓവർ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷനെ പറ്റി എവിടെയെങ്കിലും പറയുന്നത്, മെഡിക്കേഷൻസ് ഇൻകൺവീനിയൻ്റ്ലി ടൈംഡ് മെഡിക്കേഷൻ ഉണ്ടാവാം, ഫ്രീക്വന്റ് മെഡിക്കേഷൻസ് ഉണ്ടാവാം, പക്ഷേ ഓവർലി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസിനെ പറ്റി എവിടെയും പറയാത്തത് കൊണ്ട് നമ്മൾ ബി എന്ന ഓപ്ഷനും ഡിലീറ്റ് ചെയ്തു. സോ എയും ബിയും പോയിട്ട് 50% ചാൻസ് ആണ്, സിയും ഡിയുമാണ് അവിടെ നിലനിൽക്കുന്നത്. ബിസി പീപ്പിൾ ഹു മീൻ ടു ബി കംപ്ലൈൻറ്റ്, അതായത് മരുന്ന് കഴിക്കാത്ത ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ബിസി പീപ്പിൾ. അവർ ബിസിയാണ്, ഹു മീൻ ടു ബി കംപ്ലൈൻറ്റ്, അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്ത്, മരുന്ന് കഴിക്കലോ, പക്ഷെ അവർ തിരക്ക് കാരണം അവർ നോൺ കംപ്ലൈൻസ് ആയിട്ട് പോകുന്നു. അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പാരഗ്രാഫിലെ രണ്ടാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ബിഗിനിങ് ആൻഡ് പേഴ്സൺ ഇവിടെ കാണിക്കാം, ബട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. But the hustle and bustle of daily life and employment often get in the way of taking medications. നമ്മുടെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതം, പിന്നെ ജോലി, ഇതൊക്കെ നമ്മളെ മെഡിസിൻ്റെ വിലങ്ങുതടിയാവാറുണ്ട്. Especially those timely, inconveniently or infrequent doses, even for such well-intentioned patients. അതായത് well-intentioned patients എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കണമെന്ന ആഗ്രഹമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻറ്റൻഷൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും മരുന്ന് കഴിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നില്ല. അവർ ബിസി ആവാം, അല്ലേ? അപ്പം ആ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിസി വർക്കിംഗ് പീപ്പിൾ ഹു മീൻ ടു ബി കംപ്ലീറ്റ് നമ്മൾ ഉറപ്പിക്കുന്നില്ല, ഡിയും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. ഡി പറയുന്നത് പീപ്പിൾ ഹു ആർ ബൈ നേച്ചർ വേരി ഓഫ് ടേക്കിംഗ്. ശരിയാണ്, ആളുകൾ പലതരമാണ്, അവർക്ക് മരുന്ന് കഴിക്കാനുള്ള രീതികളും സ്വഭാവ രീതികളും ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പീപ്പിൾ ഹു ആർ ബൈ നേച്ചർ വേരി ഓഫ് ടേക്കിംഗ് പീപ്പിൾ പിൽസ്, ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എയും ബിയും ഡിയും എലിമിനേറ്റ് ചെയ്തു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി, ബിസി പീപ്പിൾ ഹു മീൻ ടു ബി കംപ്ലൈൻറ്റ്. Clear? If you see any doubt, please contact. Thank you.